2008 മെയ് 16 ഉത്തർപ്രദേശിലെ നോയിഡയിലെ ഒരു ഫ്ലാറ്റിൽ നിന്ന് പുറത്തുവന്ന വാർത്ത ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ചു. 14 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്വന്തം കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തപ്പെട്ടു. ആ പെൺകുട്ടിയുടെ പേര് ആരുഷി തൽവാർ. ആദ്യ മണിക്കൂറുകളിൽ തന്നെ എല്ലാവരും ഒരു വ്യക്തിയിലേക്കാണ് വിരൽ ചൂണ്ടിയത്. വീട്ടുജോലിക്കാരനായ ഹേംരാജ്. കാരണം അദ്ദേഹം കാണാതായിരുന്നു. എന്നാൽ വെറും 24 മണിക്കൂറിനുള്ളിൽ കേസ് പൂർണ്ണമായും മാറിമറിഞ്ഞു. ഹേംരാജും മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു. അപ്പോൾ ചോദ്യം ഒന്നു മാത്രം: ആരാണ് ആരുഷിയെയും ഹേംരാജിനെയും കൊന്നത്? ഒരു സാധാരണ കുടുംബം. നോയിഡയിലെ ജൽവായ് വിഹാറിൽ താമസിച്ചിരുന്ന രാജേഷ് തൽവാറും നൂപൂർ തൽവാറും പ്രശസ്ത ദന്ത ഡോക്ടർമാരായിരുന്നു. അവരുടെ ഏക മകളായിരുന്നു ആരുഷി. പഠനത്തിൽ മികവുറ്റ കുട്ടി, സുഹൃത്തുക്കൾക്കിടയിൽ ജനപ്രിയ. പുറത്തുനിന്ന് നോക്കുമ്പോൾ സന്തോഷകരമായ കുടുംബം. 2008 മെയ് 15 രാത്രി വരെ ആരും ഈ കുടുംബത്തെക്കുറിച്ച് അസാധാരണമായി ഒന്നും കരുതിയിരുന്നില്ല. മെയ് 15 രാത്രി കുടുംബം വീട്ടിലായിരുന്നു. അടുത്ത ദിവസം ആരുഷിയുടെ ജന്മദിനം അടുത്തു വരികയായിരുന്നു. എല്ലാം സാധാരണമായിരുന്നു. എന്നാൽ അർദ്ധരാത്രിക്ക് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ഇന്നുവരെ വ്യക്തമായിട്ടില്ല. ആ രാത്രിയിലെ യഥാർത്ഥ സംഭവവികാസങ്ങളാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. മെയ് 16 രാവിലെ ആരുഷി തൻ്റെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു. അവളുടെ കഴുത്തിന് ഗുരുതരമായ മുറിവുണ്ടായിരുന്നു. തലയിൽ പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു. വീട്ടിലെ ജോലിക്കാരനായ ഹേംരാജിനെ കണ്ടെത്താനായില്ല. അതുകൊണ്ട് ആദ്യ സംശയം നേരെ അദ്ദേഹത്തിലേക്കായിരുന്നു. പോലീസും മാധ്യമങ്ങളും അതേ ദിശയിലായിരുന്നു. എല്ലാവരും കരുതിയത് കൊലയാളി ഒളിച്ചോടിയെന്നാണ്. പക്ഷേ സത്യം അതിലും സങ്കീർണമായിരുന്നു. മെയ് 17 വീട്ടിൻ്റെ ടെറസിൽ നിന്ന് മറ്റൊരു മൃതദേഹം കണ്ടെത്തി. അത് ഹേംരാജിൻ്റേതായിരുന്നു. അദ്ദേഹത്തിനും സമാനമായ രീതിയിൽ പരിക്കേറ്റിരുന്നു. ഇപ്പോൾ കേസ് ഒരു ഇരട്ടക്കൊലപാതകമായി മാറി. ആദ്യ ദിവസത്തെ മുഴുവൻ അന്വേഷണവും ചോദ്യം ചെയ്യപ്പെട്ടു. ഹേംരാജ് കൊലയാളിയല്ലെങ്കിൽ യഥാർത്ഥ കൊലയാളി ആര്? മാധ്യമ വിചാരണ അന്വേഷണം പുരോഗമിക്കുന്നതിനൊപ്പം ഈ കേസ് ദേശീയ മാധ്യമങ്ങളുടെ പ്രധാന വാർത്തയായി മാറി. ടെലിവിഷൻ ചർച്ചകൾ, പത്രവാർത്തകൾ, ഓൺലൈൻ റിപ്പോർട്ടുകൾ, പ്രതിദിനം പുതിയ സിദ്ധാന്തങ്ങൾ പുറത്തുവന്നു. എന്നാൽ പിന്നീട് പല നിരീക്ഷകരും വിമർശിച്ചത് മാധ്യമങ്ങൾ അന്വേഷണത്തേക്കാൾ മുന്നേ പോയെന്നാണ്. തെളിവുകൾ കോടതിയിൽ പരിശോധിക്കപ്പെടുന്നതിനു മുമ്പേ പൊതുജനങ്ങൾക്കിടയിൽ പല നിഗമനങ്ങളും രൂപപ്പെട്ടിരുന്നു. ഇത് കേസിനെ കൂടുതൽ വിവാദമാക്കി. കേസിലെ തുടക്കത്തിൽ തന്നെ ഗുരുതരമായ അന്വേഷണ പിഴവുകളുണ്ടായതായി പിന്നീട് വിമർശനമുയർന്നു. ക്രൈം സീൻ ആവശ്യമായ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടില്ലെന്ന ആരോപണങ്ങൾ ഉയർന്നു. നിരവധി ആളുകൾ വീട്ടിലേക്ക് പ്രവേശിച്ചു. സാധ്യമായ തെളിവുകൾ നഷ്ടപ്പെട്ടിരിക്കാമെന്ന സംശയങ്ങളും ഉയർന്നു. ഈ പിഴവുകൾ കാരണം പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും കോടതികൾക്കും വലിയ വെല്ലുവിളി നേരിടേണ്ടി വന്നു. ഇന്നും ഈ കേസിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് അന്വേഷണത്തിലെ പിഴവുകൾ. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കേസ് ദേശീയ വാർത്തയായി മാറി. ഓരോ ദിവസവും പുതിയ സിദ്ധാന്തങ്ങൾ, പുതിയ ആരോപണങ്ങൾ, പുതിയ ചർച്ചകൾ. അന്വേഷണം മുന്നോട്ടു പോയപ്പോൾ സംശയം ആരുഷിയുടെ മാതാപിതാക്കളായ രാജേഷ് തൽവാറിലേക്കും നൂപൂർ തൽവാറിലേക്കും നീങ്ങി. ഇത് രാജ്യത്തെ ഞെട്ടിച്ചു. ഒരു വിഭാഗം ആളുകൾ മാതാപിതാക്കളെയാണ് സംശയിച്ചത്. മറ്റൊരു വിഭാഗം അന്വേഷണം തെറ്റായ ദിശയിലാണെന്ന് വാദിച്ചു. CBIയിലെ വ്യത്യസ്ത നിഗമനങ്ങൾ. CBI അന്വേഷണത്തിനിടയിലും കേസിനെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉയർന്നു. അന്വേഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത സാധ്യതകൾ പരിശോധിക്കപ്പെട്ടു. ചില ഉദ്യോഗസ്ഥർ ഒരു നിഗമനത്തിലേക്കെത്തിയപ്പോൾ മറ്റു ചിലർ മറ്റൊരു സാധ്യതയും പരിഗണിച്ചു. ഇതാണ് ഈ കേസിനെ കൂടുതൽ സങ്കീർണമാക്കിയത്. ഇന്നും പല കുറ്റാന്വേഷണ വിദഗ്ധരും ഈ കേസിനെ ഇന്ത്യയിലെ ഏറ്റവും ആശയക്കുഴപ്പമുള്ള അന്വേഷണങ്ങളിലൊന്നായി വിശേഷിപ്പിക്കുന്നു. വിവാദങ്ങൾ വർദ്ധിച്ചതോടെ കേസ് CBI ഏറ്റെടുത്തു. CBI അന്വേഷണം കേസിന് പുതിയ വഴിത്തിരിവുകൾ നൽകി. വിവിധ വ്യക്തികളെ ചോദ്യം ചെയ്തു. വ്യത്യസ്ത സാധ്യതകൾ പരിശോധിച്ചു. എന്നാൽ ഒരു പ്രശ്നം തുടർന്നു: വ്യക്തവും സംശയരഹിതവുമായ തെളിവുകളുടെ അഭാവം. അന്വേഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത നിഗമനങ്ങൾ ഉയർന്നു. ഇത് പൊതുജനങ്ങളിൽ കൂടുതൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. വർഷങ്ങളോളം കേസ് കോടതിയിൽ തുടർന്നു. 2013 പ്രത്യേക CBI കോടതി
രാജേഷ് തൽവാറിനെയും നൂപൂർ തൽവാറിനെയും കുറ്റക്കാരായി കണ്ടെത്തി. ഇരുവർക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. പലർക്കും ഇത് കേസിന്റെ അവസാനമാണെന്ന് തോന്നി. എന്നാൽ കഥ വീണ്ടും മാറാൻ പോകുകയായിരുന്നു. 2017 അലഹബാദ് ഹൈക്കോടതി കേസ് വീണ്ടും പരിശോധിച്ചു. കോടതി തെളിവുകൾ വിശദമായി വിലയിരുത്തി. അവസാനം ഹൈക്കോടതി ഒരു നിർണായക തീരുമാനമെടുത്തു. രാജേഷ് തൽവാറിനെയും നൂപൂർ തൽവാറിനെയും വെറുതെ വിട്ടു. കുറ്റം സംശയങ്ങൾക്കതീതമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഇതോടെ രാജ്യം വീണ്ടും ഞെട്ടി. കുറ്റക്കാരെന്ന് വിധിക്കപ്പെട്ടവർ പിന്നീട് കുറ്റവിമുക്തരായി. ഹൈക്കോടതി എന്തുകൊണ്ട് വെറുതെ വിട്ടു? 2017 വിധിയിൽ അലഹബാദ് ഹൈക്കോടതി ഒരു പ്രധാന കാര്യം ചൂണ്ടിക്കാട്ടി. ലഭ്യമായ തെളിവുകൾ മാത്രം അടിസ്ഥാനമാക്കി കുറ്റം സംശയങ്ങൾക്ക് അതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ക്രിമിനൽ കേസുകളിൽ സംശയങ്ങൾക്ക് അതീതമായ തെളിവുകൾ അനിവാര്യമാണ്. അത്തരം സാഹചര്യം ഇവിടെ ഇല്ലെന്നാണ് കോടതി വിലയിരുത്തിയത്. അതോടെയാണ് തൽവാർ ദമ്പതികൾ കുറ്റവിമുക്തരായത്. ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആരുഷിയെയും ഹേംരാജിനെയും യഥാർത്ഥത്തിൽ കൊന്നത് ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ല. ഒരു തെറ്റായ അന്വേഷണം, നഷ്ടപ്പെട്ട തെളിവുകൾ, അതോ ഇന്നും പുറത്തുവരാത്ത സത്യം? ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹമായ കുറ്റാന്വേഷണ കേസുകളിലൊന്നായി ആരുഷി തൽവാർ കേസ് തുടരുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? കമൻറ്റിൽ അറിയിക്കൂ. കൂടുതൽ യഥാർത്ഥ കുറ്റാന്വേഷണ ഡോക്യുമെൻ്ററികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.